വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ ചാലിഗദ്ദയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാരുടെ പരാതി കേൾക്കാൻ രാഹുൽ തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. ചാലിഗദ്ദ പടമലയിൽ അജീഷിന്റെ വീടും പാക്കത്ത് പോളിന്റെ വീടും രാഹുൽ സന്ദർശിച്ചു. ഈ അപകടം നടന്ന ഇങ്ങനെയുള്ള സ്ഥലത്താണ് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല. പക്ഷെ നമുക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ വരുന്ന വ്യക്തിയെ കോമാളിയാക്കുന്ന രീതി ചെയ്യരുത്. അദ്ദേഹത്തിന് അറിയില്ല ഇതിന്റെ രണ്ട് സൈഡ് 3 സൈഡ് ഫോറസ്റ്റ് ആണ്, 2 സൈഡ് ഫെൻസിംഗ് ഇല്ലാതെ കിടക്കുന്ന ഏരിയയാണ്, ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയില്ല എന്നറിയുന്നില്ല. ഈ വന്ന അറ്റാക്ക് ചെയ്ത ആനയുടെ ബയോഡാറ്റ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാന്ന് പറയുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ഒരുപക്ഷെ വയനാട് MP നാളുകൾക്ക് ശേഷമാണ് ഇന്ന് അവിടെ എത്തുകയും ചെയ്തത്. വലിയ തരത്തിലുള്ളൊരു മുതലെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസ് ആസൂത്രണം ചെയ്ത ഒരു സന്ദർശനം എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യമായി. അവിടെ നടന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയതെന്നാണ് നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണുള്ളത്? രാവിലെ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നത്? ഇന്നലെ പുൽപ്പള്ളിയിൽ നടന്ന വലിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ ജനപ്രതിനിധികൾക്ക് നേരെ ആ രീതിയിൽ ആക്രമണങ്ങളായി സംഭവിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ പെട്ടെന്നുള്ള സന്ദർശനം ഇന്നലെ വൈകിട്ട് അടിയന്തരമായി തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം സിദ്ദിഖ് അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA-മാർക്കെതിരെ ശക്തമായൊരു പ്രതിഷേധം പുൽപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം പ്രതിഷേധക്കാർ ഇവരെ ചോദ്യം ചെയ്യുകയും കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കാൻ വരികയും എല്ലാം ചെയ്ത ഒരു സാഹചര്യം ഏതായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പെട്ടെന്ന് ഒരു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ ആദ്യം കണ്ണൂരിൽ നിന്ന് മാനന്തവാടി വഴി ആദ്യം ഈ ചാലിഗദ്ദയിൽ കൊല്ലപ്പെട്ട കാട്ടാരിയുടെ ആക്രമണത്തിൽ വേലൂർ മക്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടിലേക്ക് അജീഷിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം ആദ്യം എത്തിയത്. അവിടെ വെച്ചാണ് ഈ രീതിയിലൊരു പ്രതിഷേധമുണ്ടായത്. ഒരു കേവല സന്ദർശനം എന്ന രീതിയിൽ മാത്രം ഈ പരിപാടി ചുരുങ്ങിയതിനെയാണ് നാട്ടുകാർ വിമർശിച്ചത്. അവർ പറഞ്ഞത് ഈ നേതാക്കൾ ഇടപെട്ട് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോയി, എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതുപോലും രാഹുൽ ഗാന്ധിക്ക് വ്യക്തതയില്ല. ആ രീതിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് എന്നാണ് അവിടെ കൂടിയിരുന്ന നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടുകാർ രാഹുൽ ഗാന്ധിയുടെ വാഹനം ഏതാണ്ട് തടഞ്ഞു വെച്ചതുപോലെ ചിലർ രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയം സംസാരിക്കുകയും എല്ലാം ചെയ്തു. അതെല്ലാം തലകുലുക്കി കേൾക്കുക മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ഇതാണ് അവിടെ ഉണ്ടായ സാഹചര്യം. അത് ചാലിഗദ്ദയിലാണ്. അജീഷിന്റെ, അതായത് വേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. പിന്നീട് അദ്ദേഹം പോളിന്റെ കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറുവയിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ വീട്ടിലും പിന്നീട് മൂടക്കൊല്ലയിൽ കഴിഞ്ഞ ഡിസംബർ 10 കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലേക്കും എത്തി. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും ഇപ്പോൾ കൽപ്പറ്റയിലെ റെസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഒരു അവലോകന യോഗം നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും വനവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുക്കുന്ന ഒരു അവലോകന യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലും പങ്കെടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം തന്നെ അദ്ദേഹം വയനാട്ടിൽ നിന്ന് മടങ്ങുകയും ചെയ്യും. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ പരിപാടി ഇതാണ്. അനൂപ്, നിലവിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ നാട്ടുകാരുടെ അതേസമയം പ്രതിഷേധമുണ്ടായപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം കൂടുതലും MLA സിദ്ദീഖിനെതിരെയും ഒപ്പം തന്നെ IC ബാലകൃഷ്ണനെതിരെയുമായിരുന്നു. വലിയ തരത്തിലുള്ളൊരു മുതലെടുപ്പിന് തന്നെയാണ് അവിടെ ശ്രമം നടത്തിയത്. ആ പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയ പലരും ഈ തരത്തിൽ ഭൂരിപക്ഷം പേരും പ്രതിഷേധത്തിൻ്റെ സമാധാനപരമായ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോയപ്പോൾ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് അക്രമത്തിലേക്ക് തിരിയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഇത് വലിയ തരത്തിൽ സർക്കാരിനെതിരെ തിരിക്കാൻ ഒരു മുതലെടുപ്പ് നടത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അതിൻ്റെ തിരിച്ചടി പക്ഷേ കോൺഗ്രസ് MLA-മാർക്കും കോൺഗ്രസ് നേതാക്കൾക്കും തന്നെ ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായി തന്നെ വേണം ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തത്. ഇതിൽ വളരെ പ്രസക്തമായ കാര്യം, ഒരു MP ആ പ്രദേശത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP കൂടിയായ രാഹുൽ ഗാന്ധി അവിടെ എത്തുമ്പോൾ അവിടെ എന്താണ് നടന്നതെന്ന് പോലും പ്രാഥമികമായ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ എത്തി എന്നുള്ളതാണ്. അതുതന്നെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതും പ്രതിഷേധത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള പ്രതിഷേധമാണ് നടന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രം വയനാട്ടിലേക്ക് എത്തുന്നു, ആ വീടുകളും മറ്റും സന്ദർശിച്ച് തിരിച്ചു പോകുന്നു. എന്നാൽ അടിസ്ഥാനപരമായി ഈ വിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ ഉതകുന്ന നടപടികൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. അത്തരം പഠനങ്ങൾ അദ്ദേഹം നടത്തുന്നില്ല. ഇന്നിപ്പോൾ ചാലിഗദ്ദയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം ഒരു കേവലമായൊരു സന്ദർശന പരിപാടിയായി മാത്രം അത് ചുരുങ്ങി. ഇത് എവിടെ നിന്ന് എത്തിയ ആനയാണ്? കർണാടകയിൽ നിന്ന് എത്തിയ ആനയാണ്. കർണാടകയിൽ നിന്ന് എത്തുകയും അത് കേരളത്തിൻ്റെ വനമേഖല
മേഖലയിൽ തുറന്നുവിടുകയും മറ്റുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളൊന്നും തന്നെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഉയർന്ന നേതാക്കൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു താല്പര്യം അവരെടുക്കുകയോ ചെയ്യുന്നില്ല. കേവലമായൊരു സന്ദർശന പരിപാടി. രാഹുൽ ഗാന്ധി MP മണ്ഡലത്തിലെത്തി ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇവിടെ എത്തി ഇവിടെ സന്ദർശിച്ചു എന്നൊരു പേര് വരുത്തുന്നതിന് വേണ്ടി മാത്രം ഒതുങ്ങിയ ഒരു പരിപാടിയായി ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ മാറുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ആ ഘട്ടത്തിൽ ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിയോട് തന്നെ അവർ പറയുകയും ചെയ്തു, പെട്ടെന്ന് വന്ന് സന്ദർശനം നടത്തി തിരിച്ചു പോകും. അത് കേവലമായൊരു സന്ദർശന പരിപാടിയായി മാത്രം. ഏതായാലും ഇപ്പോൾ ഇന്ന് വയനാട് പൊതുവെ ശാന്തമാണ്, നിരോധനാജ്ഞ തുടരുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ നിലവിലെ സാഹചര്യം അങ്ങനെ തന്നെയല്ലേ? നിലവിൽ പുൽപ്പള്ളിയിൽ ഉൾപ്പെടെ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. അതിപ്പോഴും തുടരുന്നു. പൊതുവിൽ പുൽപ്പള്ളിയിലെ സാഹചര്യങ്ങൾ ശാന്തമാണ്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള വലിയ അക്രമ സംഭവങ്ങളിൽ ഏതാണ്ട് 5 കേസുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ വരെ ചുമത്തി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതിൽ കണ്ടാലറിയുന്ന 100 പേർക്കെതിരെ ആണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് അറിയുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി 2 ഇടങ്ങളിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിലൊരു പശുക്കിടാവ് കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ പുൽപ്പള്ളി 56-ൽ കടുവയുടെ മുന്നിൽപ്പെട്ടു. അത് കഴിഞ്ഞ ദിവസം പശുവിനെ ആക്രമിച്ചു കൊന്ന അതേ സ്ഥലത്താണ്. അവിടെ ഒരു യുവാവ്, വാഴയിൽ അനീഷു എന്ന് പറയുന്ന ഒരു യുവാവ് കടുവയുടെ മുമ്പിൽപ്പെട്ടൊരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ചില പ്രതിഷേധങ്ങൾ ആ പ്രദേശത്ത് രൂപപ്പെട്ടെങ്കിലും അത് വ്യാപകമായൊരു പ്രതിഷേധമായി ഏതായാലും മാറിയിട്ടില്ല. ഏതായാലും സ്ഥിതിഗതികൾ പുൽപ്പള്ളിയിൽ ശാന്തമാണ്. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.